നമസ്കാരം. മുജ്ജന്മ പാപം വ്യാധി രൂപേണ എന്ന പുരാണ തത്വപ്രകാരം ഭൂമിയിൽ മനുഷ്യരായി പിറവിയെടുത്താൽ ചെറിയ അളവിലെങ്കിലും അസുഖങ്ങൾ ബാധിക്കും എന്നാണ്. എന്നിരുന്നാലും താൻ പാതി ദൈവം പാതി എന്ന പഴമൊഴി പോലെ ചികിത്സയോടൊപ്പം രോഗങ്ങൾ മാറ്റുന്ന തിരുസ്ഥലവും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പ്രതിഷ്ഠിച്ചു പൂജിച്ചതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു വടിവാംബികെ സമേത തീർത്ഥഗിരീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ധർമ്മപുരി ജില്ലയിൽ ഹരൂർ എന്ന അരൂർ താലൂക്കിൽ അരൂർ തിരുവണ്ണാമല പാതയിൽ തീർത്ഥമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ തീർത്ഥഗിരീശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി വടിവാംബികെ എന്ന നാമത്തിലും അനുഗ്രഹം ചൊരിയുന്നു. മരുന്തീശ്വരർ കോവിലും വൈത്തീശ്വരൻ കോവിലും പോലെ ഒരു രോഗപരിഹാര ക്ഷേത്രമാണിത്. ഈ മലയിൽ 18 സിദ്ധന്മാരും വണ്ടുകളുടെ രൂപത്തിൽ വന്ന് തീർത്ഥഗിരീശ്വരരെ പൂജിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഇതിന് അടയാളമായി പാമ്പാട്ടി സിദ്ധരുടേതടക്കമുള്ള ഗുഹകളും സിദ്ധന്മാർ പൂജിച്ച മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സപ്തകന്യക പ്രതിഷ്ഠകൾ ഉള്ള ഗുഹകളും തീർത്ഥമലയിലുണ്ട്. തീർത്ഥമല ക്ഷേത്രത്തിലെ മുരുകനെ പറ്റി അരുണഗിരിനാഥർ തിരുപ്പുകൾ പാടിയിരിക്കുന്നു. ആംഗലേയരുടെ കാലത്തുള്ള ലേബാണു എന്ന അധികാരി ഈ മലയിൽ തങ്കം ഉള്ളതായി തന്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഖനനം ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ചിലവേറിയതിനാലും മലയുടെ പുണ്യത്തെ കരുതിയും ആയിരിക്കാം എന്നാണ് ചരിത്രകാരന്മാരുടെ അനുമാനം. ഈ കാലഘട്ടത്തിൽ തീർത്ഥമലയിൽ ഇരുമ്പ് ധാതുക്കൾ ധാരാളമുണ്ട് എന്നതിന് സംശയമില്ല. തങ്കം കിട്ടിയില്ലെങ്കിലും വെള്ളിക്കിണറും ഇരുമ്പ് കല്ലിനാനുള്ള ഉച്ചിപ്പിള്ളയാറും മലയിലുണ്ട്. കുലോത്തുംഗ ചോഴൻ ദിനവും ഈ മലയിലേക്ക് വന്ന് തന്റെ കയ്യാൽ ഭഗവാന് ശിവപൂജ ചെയ്തതായും ഈ മലയിൽ നിന്ന് ഒരു തുരങ്കപ്പാത ഉള്ളതായും പറയപ്പെടുന്നു. തീർത്ഥമല എന്നത് 3500 അടി ഉയരത്തിൽ നിറയെ മൂലികകളുള്ള ചെങ്കുത്തായ ഒരു മലയാണ്. മലയടിവാരത്തിലുള്ള ഗ്രാമത്തിനും തീർത്ഥമല എന്ന് തന്നെയാണ് പേര്. അടിവാരത്തു നിന്നും 1500 അടി ഉയരത്തിലാണ് തീർത്ഥഗിരീശ്വരർ തിരുക്കോവിൽ. മലയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്ത് രാമതീർത്ഥം, വായുതീർത്ഥം, വരുണതീർത്ഥം, കിഴക്ക് ഇന്ദ്രതീർത്ഥം, വടക്ക് ഹനുമത് തീർത്ഥം, തെക്ക് യമതീർത്ഥം, മല ഉച്ചിയിൽ വസിഷ്ഠതീർത്ഥം. മലക്കോവിലിൽ ഗൗരീതീർത്ഥം, അഗസ്ത്യതീർത്ഥം, കുമാരതീർത്ഥം, അഗ്നിതീർത്ഥം, രാമതീർത്ഥം എന്നിങ്ങനെയുള്ള 5 തീർത്ഥങ്ങളുണ്ട്. ഇങ്ങനെ പുണ്യതീർത്ഥങ്ങളാൽ ചൂഴപ്പെട്ട മല എന്നർത്ഥത്തിൽ ഈ മലയ്ക്ക് തീർത്ഥഗിരി, തീർത്ഥമല എന്നീ നാമങ്ങളും ഇവിടെയുള്ള ഭഗവാൻ തീർത്ഥഗിരീശ്വരരുമായി മാറി. ഇമയതീർത്ഥം, കന്ദതീർത്ഥം എന്നിങ്ങനെയുള്ള ധാരാളം തീർത്ഥങ്ങൾ ഈ മലയിലുണ്ടെങ്കിലും പ്രധാനമായും 11 തീർത്ഥങ്ങൾ പ്രസിദ്ധി പെറ്റത്. ഈ തീർത്ഥങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പാറയിടുക്കിൽ നിന്നും കാണപ്പെടുന്ന ഈ ജലത്തിന്റെ ഉദ്ഭവം ഇന്നും അജ്ഞാതമാണ്. അതല്ലാതെ മഴക്കാലമായാലും ശരി വേനൽക്കാലമായാലും ശരി തീർത്ഥത്തിന്റെ അളവിൽ മാറ്റമുണ്ടാകുന്നില്ല. അതുമാത്രമല്ല ഈ തീർത്ഥങ്ങൾ ഒരിക്കലും ഒഴുകി മലയടിവാരത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ് അതിശയം. മലയുടെ ഈ ശിഖരത്തിലല്ലാതെ മറ്റു ശിഖരങ്ങളിൽ ഒരൊറ്റ തുള്ളി ജലമില്ല എന്നാണ് പറയുന്നത്. ഈ തീർത്ഥങ്ങളിൽ നീരാടി 48 നാൾ ഈ തീർത്ഥം സേവിച്ചാൽ പല പല അസുഖങ്ങളും ഭേദമാകുന്നു എന്നതാണ് ഇവിടുത്തെ സവിശേഷത. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ത്രേതായുഗത്തിൽ രാമായണത്തിൽ ലങ്കാധിപതി രാവണനെ വധിച്ച ശേഷം സീതാദേവിയെ വീണ്ടെടുത്ത ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും ഹനുമാനുമൊപ്പം പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെടവേ തീർത്ഥമല കണ്ട് ഇവിടെ ഇറങ്ങി. ഇവിടെയുള്ള സ്വയംഭൂ ശിവലിംഗത്തെ പ്രതിഷ്ഠ ചെയ്ത് ശിവപൂജ ചെയ്യാൻ ആഗ്രഹിച്ചു. പൂജയ്ക്ക് ആവശ്യമുള്ള തീർത്ഥത്തിനായി കാശിയിൽ നിന്ന് ഗംഗാജലം കൊണ്ടുവരാൻ ശ്രീരാമൻ ഹനുമാനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഹനുമാൻ ഗംഗാജലവുമായി വരാൻ താമസിച്ചതിനാൽ മുഹൂർത്തം തീരുമല്ലോ എന്ന് വിചാരിച്ച് ശ്രീരാമൻ തന്റെ ബാണം മലയുടെ മേൽ എയ്തു. ശ്രീരാമന്റെ ബാണം തട്ടി പാറയിൽ നിന്നും ജലം പ്രവഹിച്ചതാണ് രാമതീർത്ഥം. ഭഗവാൻ ശ്രീരാമൻ ആ തീർത്ഥം കൊണ്ട് ശിവപൂജ ചെയ്തു. ഇതിനിടയിൽ കാശിയിൽ നിന്ന് ഗംഗാതീർത്ഥവുമായി വന്ന ഹനുമാൻ ശ്രീരാമചന്ദ്രപ്രഭു ശിവപൂജ പൂർത്തീകരിച്ചത് കണ്ട് വിഷമത്തിലായി. താൻ കൊണ്ടുവന്ന ഗംഗാതീർത്ഥത്തെ വീശിയെറിഞ്ഞു. ആ തീർത്ഥം ഇവിടെ നിന്നും 12 കിലോമീറ്റർ ദൂരത്തുള്ള തെൻപണ്ണയാറ്റിൻ കരയിൽ വീണു. ആ തീർത്ഥം ഹനുമത് തീർത്ഥം എന്നറിയപ്പെട്ടു. ഹനുമത് തീർത്ഥത്തിൽ നീരാടിയ ശേഷം ഭക്തർ ക്ഷേത്രത്തിലുള്ള രാമതീർത്ഥത്തിൽ നീരാടിയാൽ പാപങ്ങൾ അത്രയും തീരുമെന്നാണ് വിശ്വാസം. പുരാണപ്രകാരം പ്രധാനമായും ശ്രീരാമൻ 2ഇടത്താണ് ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചതായി പറയപ്പെടുന്നത്. ഒന്ന് രാമേശ്വരവും രണ്ടാമത് ഇവിടെ തീർത്ഥമലയിലും. ക്ഷേത്രത്തിലുള്ള 5 തീർത്ഥങ്ങളിൽ ഒന്നായ രാമതീർത്ഥത്തിൽ നീരാടി തീർത്ഥഗിരീശ്വരരെ പ്രാർത്ഥിച്ചാൽ രോഗനിവാരണം, സന്താനഭാഗ്യം, ഋണവിമോചനം, സർവൈശ്വര്യം എന്നിങ്ങനെ ഫലങ്ങൾ അനവധിയാണ്. ഇവിടെയുള്ള കുമാരതീർത്ഥത്തിലെ ജലം കൊണ്ടാണ് മുരുകൻ ദേവസേനാപതിയായി നിയമിക്കപ്പെട്ടപ്പോൾ അഭിഷേകം നടത്തിയതെന്നാണ് പുരാണങ്ങൾ. ഈ തീർത്ഥം സേവിച്ചാൽ ജ്ഞാനം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ദേവി വടിവാംബിക ഇവിടെയുള്ള ഗൗരി തീർത്ഥം കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്ത് ഭഗവാനോട് ചേർന്നു എന്നാണ് പറയുന്നത്. ഈ തീർത്ഥം സേവിച്ചാൽ വിവാഹഭാഗ്യം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ലോകത്തിൽ തന്നെ ആദ്യമായി ശിരസ് ശസ്ത്രക്രിയ നടത്തിയ ഭിഷഗ്വരനായ അഗസ്ത്യ മഹർഷിക്ക് വന്ന അൾസർ രോഗം മാറ്റിയ തീർത്ഥമാണ് അഗസ്ത്യതീർത്ഥം. ചെമ്പുസത്ത് അധികമുള്ള ഈ തീർത്ഥം സേവിച്ചാൽ തീരാത്ത വയറുവേദനയും മാറും. ഈ ക്ഷേത്രത്തിൽ തന്നെയുള്ള അഗ്നിതീർത്ഥം അഗ്നിഭഗവാന് സ്ത്രീകളുടെ മേലെയുള്ള ആഗ്രഹത്തിനാൽ സംഭവിച്ച പാപത്തെ മാറ്റിയ തീർത്ഥമാണ്. ഈ തീർത്ഥത്തിൽ നീരാടുകയും സേവിക്കുകയും ചെയ്താൽ ഉടൽ ഉഷ്ണം ശമിക്കും. തീർത്ഥമല അടിവാരത്തിലായി തീർത്ഥഗിരീശ്വരർ ആലയവും ചെക്ക് പോസ്റ്റും 1962 സമാധി അടഞ്ഞ ജഡേ സ്വാമിയാർ ജീവസമാധിയുമുണ്ട്.
3 കിലോമീറ്റർ ദൂരം വിസ്താരമേറിയ പടികളിലൂടെ 1 മണിക്കൂർ നടന്നാൽ മലയിലുള്ള തീർത്ഥഗിരീശ്വരർ ആലയത്തിലെത്താം. പാതയിൽ ഭക്തർക്ക് വിശ്രമിക്കാൻ ഇടയ്ക്കിടെ മണ്ഡപങ്ങളുമുണ്ട്. ക്ഷേത്രത്തിലുള്ള 5 തീർത്ഥങ്ങളിൽ അഗ്നിതീർത്ഥം മാത്രം ഗുഹ പോലെയുള്ള പാറക്കിടിയിലൂടെ ഒഴുകുന്ന തീർത്ഥമാണ്. ഭക്തർ ഈ തീർത്ഥങ്ങളെല്ലാം തന്നെ സർവ്വരോഗ നിവാരണിയായി കരുതി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു. മലയടിവാരത്തിൽ ഈ ജലം വിൽക്കുന്ന കടകളുമുണ്ട്. 1500 വർഷത്തോളം പഴക്കമുള്ള തീർത്ഥഗിരീശ്വരർ ആലയം ചോഴ രാജാക്കന്മാർ പുനർനിർമ്മാണം ചെയ്തതായാണ് അനുമാനം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം 12 മണ്ഡപം. ഈ മണ്ഡപത്തിന്റെ തൂണുകളിലും ക്ഷേത്ര ചുമരുകളിലുമായി രാമായണ മഹാഭാരത കഥകളിലെ ചിത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിലെ സിദ്ധിവിനായകരെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹസിദ്ധി എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ പ്രധാന സന്നിധിയിൽ ശിവഭഗവാൻ തീർത്ഥഗിരീശ്വരർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗ തിരുമേനിയായി ദർശനം തരുന്നു. ശ്രീരാമചന്ദ്ര പ്രഭു അടക്കം പല ദേവന്മാരും ഋഷീശ്വരന്മാരും പൂജിച്ച ഇന്നും സിദ്ധന്മാരാൽ പൂജിക്കപ്പെടുന്ന വിഗ്രഹമാണിത്. ഇവിടെയുള്ള തീർത്ഥങ്ങളിൽ നീരാടി ഭഗവാനെ ദർശിച്ചാൽ പാപങ്ങൾ തീർന്ന് മുക്തി എന്നൊരു വിശ്വാസവുമുണ്ട്. ഇവിടെയുള്ള രാമതീർത്ഥത്തിൽ നിന്നാണ് ഭഗവാന് അഭിഷേകത്തിനും നൈവേദ്യത്തിനും ജലമെടുക്കുന്നത്. കിപി 16-ാം നൂറ്റാണ്ടിൽ ശൈവ എല്ലപ്പ നാവലർ തീർത്ഥഗിരി പുരാണം രചിച്ചിട്ടുണ്ട്. ദേവി വടിവാംബികയെ പ്രത്യേകം സന്നിധിയിൽ പുഞ്ചിരി തൂകി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഗൗരി തീർത്ഥത്തിൽ നീരാടി ഭക്തർ വിവാഹഭാഗ്യത്തിനായി ദേവിക്ക് വസ്ത്രം ചാർത്തി പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിലുള്ള മൺപുറ്റിൽ മഞ്ഞൾ കുങ്കുമം ചാർത്തി പ്രാർത്ഥിച്ചാൽ നാഗദോഷങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. നവഗ്രഹങ്ങൾ, അഗസ്തീശ്വരർ, കാശി വിശ്വനാഥർ, അഖിലാണ്ടേശ്വരർ, ശ്രീമുരുകൻ, വിനായകർ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. നവഗ്രഹ ദോഷങ്ങൾ മാറാൻ ഭക്തർ നവധാന്യങ്ങൾ തലചുറ്റി തീയിലിടുന്നു. ഭക്തർക്ക് മുടി കാണിക്ക കൊടുക്കാനും കാതുകുത്താനുമുള്ള സൗകര്യവും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രവൃക്ഷം പവിഴമല്ലി. ക്ഷേത്രതീർത്ഥം രാമതീർത്ഥം, കുമാരതീർത്ഥം, അഗ്നിതീർത്ഥം, അഗസ്ത്യതീർത്ഥം, ഗൗരീതീർത്ഥം. ക്ഷേത്രത്തിൽ നിന്നും കരടുമുരടായ പാതകളിലൂടെ കുറെ ദൂരം മേലെ പോയാൽ വെള്ളി ഉരുക്കി ഒഴിച്ചതായി പറയപ്പെടുന്ന ഇടിഞ്ഞ കിണർ, പാറയിടുക്കിൽ സപ്തകന്യകമാർ ശിലകൾ, പാമ്പാട്ടി സിദ്ധർ ഗുഹ. ഇന്നാട്ടുകാർ ശീലനായ്ക്കൻ കോട്ട എന്ന് വിളിക്കുന്ന ചെങ്കല്ലിലും കരിങ്കല്ലിലുമായി 2 ജീർണിച്ച കോട്ടകളുടെ അവശിഷ്ടവും മലയിലുണ്ട്. ഏറ്റവും മുകളിലാണ് ഉച്ചിപ്പിള്ളയാർ സന്നിധി. കാർത്തിക ദീപം ദിവസം അവിടെ ദീപം തെളിയിക്കുന്നു. അടുത്തായി വസിഷ്ഠ തീർത്ഥവും വസിഷ്ഠ മഹർഷി തപസ് ചെയ്ത ഗുഹയും. ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മാസി ബ്രഹ്മോത്സവം 10 നാൾ, ചിത്തിര പുതുവർഷത്തിന് ഭഗവാന് 365 ലിറ്റർ പാലഭിഷേകം, നവരാത്രി, ആടി 18, പ്രദോഷം, പൗർണമി ഗിരിവലം, ശനി ഞായർ ദിവസങ്ങൾ ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാസമയം രാവിലെ 6 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ ധർമ്മപുരിയിൽ നിന്ന് 60 കിലോമീറ്റർ, അരൂരിൽ നിന്ന് 15 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മൊരപ്പൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.